ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ലേണിംഗ് NMMS ലെക്ചർ സീരീസ്. ഇന്ന് നമ്മൾ ജോഗ്രഫിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്കറിയാം ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂമി, അന്തരീക്ഷം, ലാൻഡ്, സോയിൽ, റോക്ക്, അങ്ങനെ വാട്ടർ, കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പം ഈ ജോഗ്രഫിയുടെ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ ദി എർത്ത് അറ്റ്മോസ്ഫിയർ ഈസ്. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആയി തന്നിട്ടുള്ളത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഹൈഡ്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വാതകം നൈട്രജൻ ആണ്. നമുക്ക് നോക്കാം. നമ്മുടെ അന്തരീക്ഷത്തിന്റെ 78% നൈട്രജൻ ആണുള്ളത്. ബാക്കി 20% ഓക്സിജനും 0.9% ആർഗണും. ഈ ഗ്രീൻ കളറുള്ളതാണ് ആർഗൺ കാണിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് 0.03%, മറ്റു വാതകങ്ങൾ 0.17%. അപ്പം നൈട്രജൻ ആണ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. 78% നൈട്രജൻ ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഫീച്ചർ ഈസ് റെപ്രസെന്റഡ് വിത്ത് ബ്ലാക്ക് കളർ ഇൻ മാപ്സ്. നൽകിയിട്ടുള്ളവയിൽ ഏത് സവിശേഷതയാണ് ഭൂപടങ്ങളിൽ കറുപ്പ് നിറത്തിൽ ചിത്രീകരിക്കുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. നന്നായി ശ്രദ്ധിക്കാം. റെയിൽവേ, ഓപ്ഷൻ എ വരുന്നത് റെയിൽവേ പാതകൾ, ഓപ്ഷൻ ബി വരുന്നത് റോഡുകൾ, ഓപ്ഷൻ സി മണൽക്കൂനകൾ, ഓപ്ഷൻ ഡി വാസസ്ഥലങ്ങൾ. ഏത് സവിശേഷതയാണ് ഭൂപടങ്ങളിൽ കറുപ്പ് നിറത്തിൽ ചിത്രീകരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെയിൽവേ പാതകളെയാണ് കറുപ്പ് നിറത്തിൽ ചിത്രീകരിക്കുന്നത്. റോഡുകൾ ചുവപ്പ് നിറത്തിലും മണൽക്കൂനകൾ തവിട്ട് നിറത്തിലുമാണ് കാണപ്പെടുന്നത്. റോഡുകളും വാസസ്ഥലങ്ങളും ചുവപ്പ് നിറങ്ങളിലാണ്. പച്ച നിറത്തിൽ മാപ്പിൽ കാണിക്കുന്നത് നൈസർഗിക സസ്യജാലങ്ങളെയാണ്. മഞ്ഞ നിറത്തിൽ കാണിക്കുന്നത് കൃഷിയിടങ്ങളെയും, ചുവപ്പ് നിറത്തിൽ പാർപ്പിടങ്ങൾ, റോഡുകളെയുമാണ് കാണിക്കുന്നത്. കറുപ്പ് നിറത്തിൽ തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ, ഇവയൊക്കെ കറുപ്പ് നിറത്തിലാണ് നമ്മുടെ മാപ്പിൽ കാണിക്കുക. ഈ 4 കാര്യങ്ങൾ: തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ. നീല നിറത്തിൽ കാണിക്കുന്നത് ജലാശയങ്ങളും, തവിട്ട് നിറത്തിൽ കാണിക്കുന്നത് പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ. പിന്നെ ഓരോ സിംബൽസും കാണിക്കുന്നത് ടാറിട്ട റോഡ്, തീവണ്ടിപ്പാത, അരുവി, നദി, ക്രിസ്ത്യൻ പള്ളി, ക്ഷേത്രം, മുസ്ലിം പള്ളി, പാർപ്പിടങ്ങൾ, പോസ്റ്റ് ഓഫീസ്, കിണർ, പോലീസ് സ്റ്റേഷൻ, കോട്ട, പാലം, കുളം, കുഴൽക്കിണർ, ശ്മശാനം. ഇവയൊക്കെ സൂചിപ്പിക്കുന്നതിനായിട്ട് ഓരോ സിംബൽസ് മാപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനിമോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. അനിമോമീറ്റർ ഉപയോഗിച്ച് കണക്കാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ മഴയുടെ അളവ്, ഓപ്ഷൻ ബി കാറ്റിന്റെ ദിശ, ഓപ്ഷൻ സി കാറ്റിന്റെ വേഗം, ഓപ്ഷൻ ഡി സ്ഥലത്തിന്റെ ഉന്നതി. എമൗണ്ട് ഓഫ് റെയിൻഫോൾ, ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്, ദ സ്പീഡ് ഓഫ് വിൻഡ്, ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ്. അനിമോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ച് കണക്കാക്കുന്നത് കാറ്റിന്റെ വേഗതയാണ്. റെയിൻ ഗേജ് ആണ് മഴയുടെ അളവ് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വിൻഡ് വെയിൻ, കാറ്റിന്റെ ദിശ കണ്ടെത്താൻ ഉപയോഗിക്കുന്നതാണ് വിൻഡ് വെയിൻ. കാറ്റിന്റെ വേഗം അളക്കാൻ അനിമോമീറ്റർ, സ്ഥലത്തിന്റെ ഉയരം അളക്കാൻ അൾട്ടിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The scale of a map is 1:2 lakh. The actual distance between the places 3 cm apart in the map is. ഒരു ഭൂപടത്തിന്റെ തോത് 1:2 lakh ആണെങ്കിൽ ആ ഭൂപടത്തിൽ 3 സെന്റിമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരം എത്ര? ഒരു മാപ്പിൽ 1:2 lakh ആണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ 3 സെന്റിമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വരുന്നത് 2 കിലോമീറ്റർ, ഓപ്ഷൻ ബി 3 കിലോമീറ്റർ, ഓപ്ഷൻ സി 1.5 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 6 കിലോമീറ്റർ. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. 1:2 lakh എന്ന് പറയുമ്പോൾ 1 സെന്റിമീറ്റർ എന്നുള്ളത് 2 lakh സെന്റിമീറ്ററിന് ഈക്വൽ ആണ്. അപ്പോൾ 3 സെന്റിമീറ്റർ ആകുമ്പം 3 സെന്റിമീറ്റർ ഈക്വൽ ടു 6 lakh സെന്റിമീറ്റർ ആയിരിക്കും. പിന്നെ ഇതിനെ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 കിലോമീറ്റർ ഈക്വൽ ടു 1 lakh സെന്റിമീറ്റർ ആണ്. അപ്പം കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 6 lakh by 1 lakh 6 കിലോമീറ്റർ ആണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 6 കിലോമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ നൽകിയിട്ടുള്ളതിൽ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണിനും ഏത്? ദ മോസ്റ്റ് ഫെർട്ടൈൽ സോയിൽ എമംഗ് ദി ഫോളോയിങ് ഈസ്. ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, ലവണ മണ്ണ്.
റെഡ് സോയിൽ, അലുവിയൽ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, സാലൈൻ സോയിൽ. അപ്പം ഇതിൽ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണിനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, എക്കൽ മണ്ണ്. അലൂവിയൽ സോയിലാണ് ആൻസർ. ഈ അലൂവിയൽ സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം നദികൾ മലമുകളിൽ നിന്നാണ് ഒഴുകി വരിക. അപ്പോൾ ഈ നദികൾ ഒഴുകി വരുന്നതിനൊപ്പം വെള്ളത്തിനോടൊപ്പം തന്നെ ചെളി, മണ്ണ്, കല്ല് ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ വെള്ളത്തിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. ഈ സാധനങ്ങളെയാണ് എക്കൽ എന്ന് പറയുന്നത്. ഈ സാധനങ്ങൾ നദിയുടെ താഴ്വാരങ്ങളിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് എക്കൽ മണ്ണ് രൂപപ്പെടുന്നത്. ഈ എക്കൽ മണ്ണ് ഏറ്റവും ഫലപുഷ്ടമായ മണ്ണാണ്. അതുപോലെ തന്നെ കൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ മണ്ണ് കൂടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദക്ഷിണായന രേഖ എന്ന് അറിയപ്പെടുന്ന അക്ഷാംശ രേഖ ഏത്? വിച്ച് ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ദക്ഷിണായന രേഖ എന്നറിയപ്പെടുന്ന അക്ഷാംശ രേഖ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ തന്നിട്ടുള്ളത് 66 ഡിഗ്രി വടക്ക്, ഓപ്ഷൻ ബി 23 ഡിഗ്രി വടക്ക്, ഓപ്ഷൻ സി 23 ഡിഗ്രി തെക്ക്, ഓപ്ഷൻ ഡി 66 ഡിഗ്രി തെക്ക്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ നോക്കാം. അപ്പം നമുക്കറിയാം ഇതാണ് ഇക്വേറ്റർ, ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തുള്ള ഈ ഒരു ഭാഗമാണ് ഉത്തരാർദ്ധഗോളം എന്നറിയപ്പെടുന്നത്. ഈ ഭൂമധ്യരേഖയുടെ താഴ്ഭാഗമാണ് ദക്ഷിണാർദ്ധഗോളം എന്നറിയപ്പെടുന്നത്. ഇക്വേറ്ററിൽ നിന്നും 23 ഡിഗ്രിയുള്ള ഈ അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ എന്നറിയപ്പെടുന്നത്. ഉത്തരായന രേഖ 23 ഡിഗ്രി ഈ ഒരു അക്ഷാംശ രേഖയാണ്. 23 ഡിഗ്രി തെക്കുള്ളതാണ് ദക്ഷിണായന രേഖ. അതുപോലെ തന്നെ 66 ഡിഗ്രി വടക്കുള്ളതിന് ആർട്ടിക് വൃത്തമെന്നും 66 ഡിഗ്രി തെക്കുള്ളതിന് അന്റാർട്ടിക് വൃത്തം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 90 ഡിഗ്രിയിലുള്ളതാണ് നോർത്ത് പോള്, 90 ഡിഗ്രി തെക്കുള്ളതാണ് സൗത്ത് പോള്. ഇതിന്റെ ആൻസർ 23 ഡിഗ്രി തെക്കാണ് ദക്ഷിണായന രേഖ എന്ന് അറിയപ്പെടുന്ന അക്ഷാംശ രേഖ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈനി സീസൺ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മഴക്കാലമാണ്. ഓപ്ഷൻ എ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം, റിട്രീറ്റിംഗ് മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഓപ്ഷൻ സി ശൈത്യകാലം, ഓപ്ഷൻ സി വിന്റർ സീസൺ, ഓപ്ഷൻ ഡി വടക്ക് കിഴക്കൻ മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ഇതിലേതാണ് ഏറ്റവും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മഴക്കാലം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മഴക്കാലം എന്നറിയാം, നമുക്കറിയാം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഇന്ത്യയിൽ പ്രധാനമായിട്ട് 2 മൺസൂൺ കാലമാണ് ഉള്ളത്, തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും. അപ്പം ഇന്ത്യയിൽ ഏകദേശം 75% മഴ ലഭിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പീരീഡിലാണ്. ഈർപ്പം നിറഞ്ഞ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യയിലേക്ക് പ്രവേശിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഴ പെയ്യിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടമാണ് ജൂൺ ടു സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യയിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുള്ള മൺസൂൺ കാലമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ഇതിനെ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നും അറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്നർ കോർ ഓഫ് ദി എർത്ത് റിമൈൻസ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഡ്യൂ ടു. ഭൂമിയുടെ അകക്കാമ്പ് ഖരാവസ്ഥയിൽ ആകാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സിലിക്കേറ്റുകളുടെ സാന്നിധ്യം, ദ പ്രസൻസ് ഓഫ് സിലിക്കേറ്റ്സ്. ഓപ്ഷൻ ബി ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ വളരെ ഉയർന്ന താപനില, വെരി ഹൈ ടെമ്പറേച്ചർ പ്രിവൈലിംഗ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത്. ഓപ്ഷൻ സി ഇവിടുത്തെ നിക്കൽ ഇരുമ്പ് സംരചന, ദ കോമ്പിനേഷൻ ഓഫ് നിക്കൽ ആൻഡ് അയൺ ദർ. ഓപ്ഷൻ ഡി ഭൗമകേന്ദ്രത്തിലേക്ക് ചെലുത്തപ്പെടുന്ന വളരെ ഉയർന്ന മർദ്ദം, വെരി ഹൈ പ്രഷർ എക്സേർട്ടഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത്. ഇതിലേതാണ് ഭൂമിയുടെ അകക്കാമ്പ് ഖരാവസ്ഥയിലാകാൻ കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഭൂമിയുടെ അകക്കാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അത് നോക്കാം നമുക്ക്. ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഭൂമിയുടെ ഉള്ളറ പ്രധാനമായും ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് എന്നിങ്ങനെ 3 ഏരിയകളായിട്ടാണ് കാണപ്പെടുന്നത്. ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പുറമേ കാണപ്പെടുന്ന ഭാഗത്തെയാണ് ഭൂവൽക്കം എന്ന് പറയുക, അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം 40 കിലോമീറ്റർ കനാണ് അതിനുള്ളത്. 2 ഭാഗങ്ങളുണ്ട്, വൻകര ഭൂവൽക്കവും ഉണ്ട്, സമുദ്ര ഭൂവൽക്കവും ഉണ്ട്. ക്രസ്റ്റ്, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. അപ്പോൾ വൻകര ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ സിലിക്ക, അലൂമിനിയം എന്നീ ധാതുക്കളാണ് മുഖ്യമായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സിയാൽ എന്നും അറിയപ്പെടുന്നുണ്ട്. വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നും വിളിക്കുന്നുണ്ട്. സമുദ്ര ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ സിലിക്ക, മാഗ്നീഷ്യം. വൻകര ഭൂവൽക്കത്തിൽ സിലിക്ക, അലൂമിനിയം ആണ്, അതുകൊണ്ട് സിയാൽ എന്നും വിളിക്കുന്നുണ്ട്.
സമുദ്ര ഭൂവൽക്കത്തിൽ സിലിക്ക, മഗ്നീഷ്യം ഇവ രണ്ടുമാണുള്ളത്. സിമ എന്നാണ് വിളിക്കുന്നത്. എന്നീ ധാതുക്കളാണ് മുഖ്യമായിട്ടും അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് സിമ എന്നാണ് വിളിക്കുന്നത്. പിന്നെ മാൻഡിൽ, ഈ ഒരു ഭാഗമാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ്. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി ഏകദേശം 2900 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ കനം എന്ന് പറയുന്നത്. ഇതിനും 2 ഭാഗങ്ങളുണ്ട്, ഉപരി മാൻഡിലും അധോ മാൻഡിലും. ഉപരി മാൻഡിൽ സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി ഖരാവസ്ഥയിലാണ്. അപ്പോൾ ഉപരി മാൻഡിൽ എന്ന് പറഞ്ഞാൽ ഖരാവസ്ഥയിലാണ് ഈ പാളി കാണപ്പെടുന്നത്. അതുപോലെ തന്നെ സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത്. അധോ മാൻഡിൽ എന്ന് പറഞ്ഞാൽ ഉപരി മാൻഡിലിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ പാളിയിൽ പദാർത്ഥങ്ങൾ അർദ്ധദ്രവാവസ്ഥയിലാണുള്ളത്. അപ്പോൾ അധോ മാൻഡിലിൽ അർദ്ധദ്രവാവസ്ഥയിലും ഉപരി മാൻഡിൽ ഖരാവസ്ഥയിലാണ് പദാർത്ഥങ്ങൾ കാണാൻ സാധിക്കുക. നെക്സ്റ്റ് ഭാഗമാണ് ഭൂമിയുടെ കാമ്പ് എന്ന് പറയപ്പെടുന്ന ഭാഗം. ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ് ഇത്. 2900 കിലോമീറ്ററിൽ തുടങ്ങി 6371 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ കനം എന്ന് പറയുന്നത്. ഈ കാമ്പിനും 2 ഭാഗങ്ങളുണ്ട്, പുറക്കാമ്പ്, അകക്കാമ്പ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് ഉണ്ടാവുക. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രധാനമായും നിക്കൽ, ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പ് നിഫെ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കാമ്പിനെ നിഫെ എന്നും അറിയപ്പെടുന്നുണ്ട്. നിക്കല്, ഇരുമ്പ് 2 തുടങ്ങിയ ധാതുക്കളാണ് നിർമ്മിതമായത്. അതുപോലെ തന്നെ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലമാണ് അകക്കാമ്പ് ഖരാവസ്ഥയിലും പുറക്കാമ്പ് പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലും കാണപ്പെടാൻ കാരണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് എന്താ? ഭൂമിയുടെ അകക്കാമ്പ് ഖരാവസ്ഥയിലാകാൻ കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഭൗമകേന്ദ്രത്തിലേക്ക് ചെലുത്തപ്പെടുന്ന വളരെ ഉയർന്ന മർദ്ദം ആണ് ആൻസർ വരുന്നത്. നമ്മൾ കണ്ടു, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലമാണ് അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഇൻക്രീസസ് ഫ്രം. അക്ഷാംശ രേഖകളുടെ മൂല്യം കൂടി വരുന്നത്. ഓപ്ഷൻ എ, ബോത്ത് ദി പോൾസ് ടുവാർഡ്സ് ദി ഇക്വേറ്റർ, ഇരു ധ്രുവങ്ങളിൽ നിന്നും മധ്യരേഖയിലേക്ക്. ഓപ്ഷൻ ബി, ദ ഇക്വേറ്റർ ടുവാർഡ്സ് ബോത്ത് ദി പോൾസ്, മധ്യരേഖയിൽ നിന്ന് ഇരു ധ്രുവങ്ങളിലേക്ക്. ഓപ്ഷൻ സി, സൗത്ത് പോൾ ടു നോർത്ത് പോൾ, ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഉത്തര ധ്രുവത്തിലേക്ക്. ഓപ്ഷൻ ഡി, നോർത്ത് പോൾ ടു സൗത്ത് പോൾ, ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക്. ഇതിലേതിലാണ് അക്ഷാംശ രേഖകളുടെ മൂല്യം കൂടി വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ നോക്കാം. അക്ഷാംശ രേഖകൾ ഭൂമധ്യരേഖയിൽ 0 ഡിഗ്രിയാണ്. ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിൽ 23.5 ഡിഗ്രി ആവുന്നുണ്ട്. ആർട്ടിക് വൃത്തത്തിൽ 66 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ നോർത്ത് പോളിൽ 90 ഡിഗ്രിയാണ്. താഴേക്ക് വരുമ്പം ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി സൗത്ത്, അന്റാർട്ടിക് വൃത്തത്തിൽ 66 ഡിഗ്രി, സൗത്ത് പോളിൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഭൂമധ്യരേഖയിൽ നിന്ന് ഇരു ധ്രുവങ്ങളിലേക്ക് പോകും തോറുമാണ് അക്ഷാംശ രേഖകളുടെ മൂല്യം കൂടി വരുന്നത് മനസ്സിലാവും. അപ്പോൾ ഓപ്ഷൻ ബി, മധ്യരേഖയിൽ നിന്നും ഇരു ധ്രുവങ്ങളിലേക്ക് പോകുമ്പോഴാണ് അക്ഷാംശ രേഖകളുടെ മൂല്യം കൂടി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് റിസോഴ്സ് കൺസർവേഷൻ. വിഭവ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണെന്നാണ് ചോദിച്ചത്. ടു പ്രൊമോട്ട് ദി യൂസ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ ബി, വൈസ് ആൻഡ് ജുഡീഷ്യസ് യൂസ് ഓഫ് ഓൾ റിസോഴ്സസ്, വിവേകപൂർവ്വം നീതിയുക്തവുമായ വിഭവ ഉപയോഗം. ഓപ്ഷൻ സി, റിഡ്യൂസ് ദ യൂസ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്, പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങളുടെ ഉപയോഗം കുറയ്ക്കൽ. ഓപ്ഷൻ ഡി, സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ഓൺലി ദ പ്രസന്റ് ജനറേഷൻ, ഈ തലമുറകളുടെ ആവശ്യം മാത്രം നിറവേറ്റുക. ഇതിലേതാണ് വിഭവ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വിഭവം ആൻസർ വരുന്നത് വിവേകപൂർവ്വവും നീതിയുക്തവുമായ വിഭവ ഉപയോഗം, വൈസ് ആൻഡ് ജുഡീഷ്യസ് യൂസ് ഓഫ് ഓൾ റിസോഴ്സസ് എന്നാണ് പറയുന്നത്. വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. പ്രകൃതി വിഭവങ്ങളുണ്ട്, മനുഷ്യനിർമ്മിത വിഭവങ്ങളുണ്ട്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളെയാണ് പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യനിർമ്മിത വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ റോഡ് യന്ത്രങ്ങൾ പോലത്തെ മനുഷ്യന്മാർ നിർമ്മിക്കുന്ന വിഭവങ്ങളാണ്. അതുപോലെ തന്നെ വിഭവങ്ങൾ 2 തരത്തിലുണ്ട്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളും റിന്യൂവബിൾ റിസോഴ്സസും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളും നോൺ റിന്യൂവബിൾ റിസോഴ്സസും ഉണ്ട്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചതിലും തീർന്നു പോകാത്തതും വീണ്ടും വീണ്ടും ഉണ്ടായി വരുന്നതുമായിട്ടുള്ള ഉപയോഗയോഗ്യവുമായിട്ടുള്ള വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണിവ. ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണമാണ്.
പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുകയും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായിട്ടുള്ള വിഭവങ്ങളെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഇരുമ്പ്, സ്വർണം, കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ധാതുക്കൾ ഇത്തരം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾക്ക് ഉദാഹരണമാണ്. വിഭവങ്ങൾ വരും തലമുറക്കും കൂടി ലഭ്യമാകുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് വിഭവ സംരക്ഷണത്തിന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വിഭവങ്ങളെ വിവേകപൂർവവും നീതിയുക്തവുമായ രീതിയിൽ ഉപയോഗിക്കണം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഏകകം. ദ യൂണിറ്റ് ഫോർ റെക്കോർഡിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഏകകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫാരൻഹീറ്റ് ആണോ, സെൽഷ്യസ് ആണോ, ഇഞ്ച് ആണോ, ഹെക്ടോ പാസ്കൽ ആണോ? ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഹെക്ടോ പാസ്കൽ ആണ് ആൻസർ വരുന്നത്. ഫാരൻഹീറ്റും സെൽഷ്യസും ഒക്കെ ടെമ്പറേച്ചർ അളക്കുന്നതിനുള്ള ഏകകമാണ്. ദ പീരീഡ് ഓഫ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന കാലയളവ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 കാലഘട്ടം മൺസൂൺ കാലമാണുള്ളത്. തെക്ക് പടിഞ്ഞാറനും വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണുള്ളത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. അപ്പം ഈ വടക്ക് കിഴക്കൻ മൺസൂൺ ഏതാണ്? ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള കാലയളവാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന കാലയളവ്. മാർച്ച് മുതൽ മെയ് വരെ നമുക്കറിയാം ഉഷ്ണകാലമാണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ശൈത്യകാലമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കൾച്ചറൽ മാപ്പ് ഫ്രം ദി ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും സാംസ്കാരിക ഭൂപടം ഏതാണെന്ന് തിരിച്ചറിയാനാണ്. ഓപ്ഷൻ എ നൈസർഗിക സസ്യജാല ഭൂപടം, ഓപ്ഷൻ ബി ദീനാവസ്ഥ ഭൂപടം, ഓപ്ഷൻ സി ഭൂപ്രകൃതി ഭൂപടം, ഓപ്ഷൻ ഡി ഭൂവിനിയോഗ ഭൂപടം. ഇതില് സാംസ്കാരിക ഭൂപടം തിരിച്ചറിയാനാണ്. അപ്പൊ ആദ്യം നമുക്ക് ഭൂപടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൗതിക ഭൂപടങ്ങളും ഉണ്ട്, സാംസ്കാരിക ഭൂപടങ്ങളും ഉണ്ട്. ഭൗതിക ഭൂപടത്തിൽ ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ കാണിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ്. ഉദാഹരണമാണ് രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ, പിന്നെ റോഡുകൾ, റെയിൽപാതകൾ, തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം, ഇതൊക്കെ കാണിക്കുന്നതാണ് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. നാച്ചുറൽ വെജിറ്റേഷൻ മാപ്പ്. നൈസർഗിക സസ്യജാല ഭൂപടം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭൗതിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെയാണ് വെതർ മാപ്പും ഭൂപ്രകൃതി ഭൂപടം. ഇത് മൂന്നും ഭൗതിക ഭൂപടത്തിനുള്ള ഉദാഹരണമാണ്. ഭൂവിനിയോഗ ഭൂപടം എന്ന് പറഞ്ഞാൽ ലാൻഡ് യൂസ് മാപ്പ്. ആ ഭൂമിയെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്ന ഭൂപടമാണ് ഭൂവിനിയോഗ ഭൂപടം. ഇതിൽ നമ്മൾ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടാണോ, ഇൻഡസ്ട്രിയൽ പർപ്പസിനാണോ, അല്ലെങ്കിൽ സെറ്റിൽമെന്റ്സിന് വേണ്ടിയിട്ടാണോ, അങ്ങനെ ഭൂവിനിയോഗ ഭൂപടം അതിനൊരു ഉദാഹരണമാണ്. അപ്പം സാംസ്കാരിക ഭൂപടത്തിന് ഉദാഹരണമായിട്ട് കാണപ്പെടുന്നത് ഭൂവിനിയോഗ ഭൂപടമാണ്. ലാൻഡ് യൂസ് മാപ്പാണ് സാംസ്കാരിക ഭൂപടത്തിന് ഉദാഹരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊപ്പോർഷനേറ്റ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദി എർത്ത്സ് അറ്റ്മോസ്ഫിയർ. ഭൗമാന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആനുപാതിക അളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 78.8% നൈട്രജൻ ആണ് കാണപ്പെടുന്നത്, 20.95% ഓക്സിജനും 0.93% ആർഗണുമാണ് കാണപ്പെടുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് 0.03, ഓപ്ഷൻ ഡി ആയിട്ടുള്ള 0.03% മാത്രമാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഫോർ ദി മാപ്പ് സ്കെയിൽ 1 cm 5 km. 1 cm 5 km കാണിക്കുന്ന ഭൂപട തോതിന്റെ ഭിന്നക രീതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 1:2 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 lakh centimeter ആണ്. അപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ ഭൂപട തോതിന്റെ 1 cm = 5 km കാണിക്കുന്ന ഭൂപടത്തിന്റെ ഭിന്നക രീതി എന്ന് പറഞ്ഞാൽ 1:5 lakh ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിത്തോസ്ഫിയർ ഇൻക്ലൂഡ്സ് എ ക്രസ്റ്റ് ആൻഡ് മാൻഡിൽ. ശിലാമണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭൂവൽക്കവും ഉപരിമാൻഡിലും. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഓൺലി, വൻകര ഭൂവൽക്കം മാത്രം. ക്രസ്റ്റ് ഓൺലി ഭൂവൽക്കം മാത്രം. ക്രസ്റ്റ് ആൻഡ് എൻഡർ മാൻഡിൽ, ഭൂവൽക്കവും മാൻഡിലിന്റെ മുഴുവൻ ഭാഗവും. ഇതിൽ ഏതാണ് ശിലാമണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് സോളിഡ് മാൻഡിൽ. ഈ ഒരു ഭാഗമാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. അപ്പൊ ഇതിൽ ഉൾപ്പെടുന്നത് ഭൂവൽക്കവും ഉപരിമാൻഡിലും മാത്രമാണ്. ഉപരിമാൻഡിലും തൊട്ട് താഴെയായിട്ട് വരുന്ന താഴെ മുതലാണ് ആസ്റ്റനോസ്ഫിയർ തുടങ്ങുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഭൂവൽക്കവും ഉപരിമണ്ഡലും ആണ് ശിലാമണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. ഫ്രം ജൂൺ ടു സെപ്റ്റംബർ ഇന്ത്യ എക്സ്പീരിയൻസ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലം. ഈ ഒരു ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും നമ്മുടെ കാലാവസ്ഥയിൽ നിന്ന് വരുന്ന ഭാഗമാണ്. അവിടെ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് തിരിച്ചും മറിച്ചും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉഷ്ണകാലമാണോ, ശൈത്യകാലമാണോ,
തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണോ വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലം എന്ന് പറയുന്നത്. അപ്പം സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടെമ്പറേറ്റ് സോൺ എക്സ്റ്റെൻസ് ബിറ്റ്വീൻ സമമിതോഷ്ണ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻസ് 0 to 23 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ്, 0 മുതൽ 23.5 വടക്ക് അക്ഷാംശം വരെ, 23 ഡിഗ്രി നോർത്ത് ടു 23 ഡിഗ്രി സൗത്ത്, 23.5 ഡിഗ്രി വടക്ക് മുതൽ 23.5 ഡിഗ്രി തെക്ക് വരെ. ഓപ്ഷൻ സി 23.5 ഡിഗ്രി ടു 66 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ഓൺ ബോത്ത് ഹെമിസ്ഫിയർ, രണ്ട് അർദ്ധഗോളങ്ങളും 23.5 മുതൽ 66 വരെയുള്ള അക്ഷാംശങ്ങളിൽ. ഓപ്ഷൻ ഡി 66 ടു 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ഓൺ ബോത്ത് ഹെമിസ്ഫിയർ, രണ്ട് അർദ്ധഗോളങ്ങളിലും 66 മുതൽ 90 വരെ അക്ഷാംശങ്ങൾ. നമുക്ക് നോക്കാം. സമമിതോഷ്ണ മേഖല സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ചോദിച്ചിട്ടുള്ളത്. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശമുള്ള ഈ ഭാഗങ്ങൾ ഉഷ്ണമേഖലയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം സൺലൈറ്റ് നേരിട്ട് ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഈ ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളും, അതുകൊണ്ട് തന്നെ അവിടെ ഉഷ്ണമേഖലയാണ്. അപ്പം ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശങ്ങളും 23.5 ഡിഗ്രി ഇരുവശങ്ങളിലേക്കും ഉഷ്ണമേഖലയാണ്. 23.5 ഡിഗ്രി ടു 66 ഡിഗ്രിയാണ് ടെമ്പറേറ്റ് സോൺ അല്ലെങ്കിൽ സമമിതോഷ്ണ മേഖല എന്നറിയപ്പെടുന്നത്. രണ്ട് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും 23.5 ഡിഗ്രി മുതൽ 66 ഡിഗ്രി വരെ കാണപ്പെടുന്ന ഭാഗമാണ് സമമിതോഷ്ണ മേഖല. അപ്പം ഇതാണ് സമമിതോഷ്ണ മേഖല. ഇത് ഉഷ്ണം. ഉഷ്ണമേഖല അല്ലെങ്കിൽ ട്രോപ്പിക്കൽ സോണ്, മറ്റേത് ടെമ്പറേറ്റ് സോണ്. പിന്നെ 66 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ രണ്ട് അർദ്ധഗോളങ്ങളിലും കാണപ്പെടുന്ന ഫ്രിജിഡ് സോണാണ്, അഥവാ ശൈത്യകാലാണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് എന്താ? സമമിതോഷ്ണ മേഖല സ്ഥിതി ചെയ്യുന്നത് രണ്ട് അർദ്ധഗോളങ്ങളിലും 23.5 ഡിഗ്രി മുതൽ 66 ഡിഗ്രി വരെ അക്ഷാംശങ്ങളിലാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 23.5 ടു 66 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ഓൺ ബോത്ത് ഹെമിസ്ഫിയർ. ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. പുനഃസ്ഥാപിക്കപ്പെടാൻ കഴിയാത്ത വിഭവം ഏതാണ്? കണ്ടെത്താനാണ്. ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, വാട്ടർ, ഫോസിൽ ഫ്യൂൽസ്. വനം, വന്യജീവികൾ, ജലം, ഫോസിൽ ഇന്ധനങ്ങൾ. ഇതിലെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഫോസിൽ ഇന്ധനങ്ങളാണ് പുനഃസ്ഥാപിക്കപ്പെടാൻ കഴിയാത്തത്. ബാക്കിയുള്ളതൊക്കെ പുനഃസ്ഥാപിക്കപ്പെടാൻ കഴിയുന്ന വിഭവങ്ങളാണ്. മോസ്റ്റ് വൈഡ് സ്പ്രെഡ് നാച്ചുറൽ വെജിറ്റേഷൻ ടൈപ്പ് ഇൻ പെനിൻസുലാർ ഇന്ത്യ. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വരുന്നത് എവർഗ്രീൻ ഫോറസ്റ്റ്, നിത്യഹരിത വനങ്ങൾ. ഓപ്ഷൻ ബി മാൻഗ്രോവ് ഫോറസ്റ്റ്, കണ്ടൽ വനങ്ങൾ. ഓപ്ഷൻ സി ഡെസിഡിയസ് ഫോറസ്റ്റ്, ഇലപൊഴിയും കാടുകൾ. ഓപ്ഷൻ ഡി തോൺ ഫോറസ്റ്റ് ആൻഡ് ഷ്രബ്സ്, മുൾച്ചെടികളും കുറ്റിക്കാടുകളും. ഇതിൽ ഏതാണ് ഉപദ്വീപീയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് കാണപ്പെടുന്നത് നൈസർഗിക സസ്യജാലം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ഇലപൊഴിയും കാടുകളാണ് ഉപദ്വീപീയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം. നിത്യഹരിത വനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി മഴ ലഭിക്കുന്ന ഏരിയകളിൽ മാത്രമാണ് ഉണ്ടാവുക നിത്യഹരിത വനങ്ങൾ. കണ്ടൽ വനങ്ങൾ നമുക്കറിയാം കോസ്റ്റൽ ഏരിയകളിലൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ മുൾച്ചെടികളും കുറ്റിക്കാടുകളും എന്ന് പറഞ്ഞാൽ വരണ്ട ഏരിയകളിലാണ് ഉണ്ടാവുക, മരുഭൂമി പോലുള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാപ്സ് റെപ്രസെന്റിംഗ് മോർ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ഓഫ് കമ്പാരിറ്റീവ്ലി സ്മോളർ ഏരിയാസ്. താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ കൂടുതൽ വിശദമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂപടങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്മോൾ സ്കെയിൽ മാപ്സ് ചെറിയ തോത് ഭൂപടങ്ങളാണോ? ഓപ്ഷൻ ബി ലാർജ് സ്കെയിൽ മാപ്സ് വലിയ തോത് ഭൂപടങ്ങളാണോ? ഓപ്ഷൻ സി തീമാറ്റിക് മാപ്പ് തീമാറ്റിക് ഭൂപടങ്ങളാണോ? ഓപ്ഷൻ ഡി അറ്റ്ലസ് മാപ്പ് അറ്റ്ലസ് ഭൂപടങ്ങളാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഭൂപടങ്ങളെ കുറിച്ചിട്ട് ചെറിയൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാം. ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങളുണ്ട്, ചെറിയ തോത് ഭൂപടങ്ങളുണ്ട്. വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നതാണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ധരാതലീയ ഭൂപടം, വില്ലേജ് ഭൂപടം. ഇതിന് തോത് വരുന്നത് 1 സെന്റിമീറ്റർ, 1/2 കിലോമീറ്ററോ അല്ലെങ്കിൽ 1/4 കിലോമീറ്ററോ ഒക്കെ ആയിരിക്കും. ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രം, കുറച്ച് വിവരങ്ങൾ, ഒരു വലിയ പ്രദേശത്തിന്റെ കുറച്ച് വിവരങ്ങൾ മാത്രം കാണിക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അഥവാ ലോക ഭൂപടം, ഇന്ത്യ ഭൂപടം, കേരളത്തിന്റെ ഭൂപടം, ഇതൊക്കെ ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. ഇതിൽ തോത് കാണിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്ററിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്.
അപ്പൊ ഏതായിരിക്കും ആൻസർ വരുന്നത്? താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ കൂടുതൽ വിവരങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വലിയ തോത് ഭൂപടങ്ങളാണ് അല്ലെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, വലിയ തോത് ഭൂപടങ്ങൾ. ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വലിയ പ്രദേശത്തിന് കുറച്ച് വിവരങ്ങൾ മാത്രം കാണിക്കുന്നു. തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സബ്ജക്റ്റ് അല്ലെ ഒരു പ്രത്യേക തീം എടുത്തിട്ട് കാണിക്കുന്ന ഭൂപടങ്ങളാണ് തീമാറ്റിക് ഭൂപടങ്ങൾ. അറ്റ്ലസ് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭൂപടങ്ങളുടെ ബുക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാപ്പ് സ്കെയിൽ 1:50,000 മീൻസ് 1:50,000 എന്ന ഭൂപട തോത് എന്തിനെ അർത്ഥമാക്കുന്നു? 1 സെന്റിമീറ്റർ റെപ്രസെന്റ് 50,000 കിലോമീറ്റർ. 1 സെന്റിമീറ്റർ 50,000 കിലോമീറ്ററിനെ കാണിക്കുന്നു. 1 സെന്റിമീറ്റർ 5,000 കിലോമീറ്ററിനെ കാണിക്കുന്നു. 1 സെന്റിമീറ്റർ 5 കിലോമീറ്ററിനെ കാണിക്കുന്നു. 1 സെന്റിമീറ്റർ 1/2 കിലോമീറ്ററിനെ കാണിക്കുന്നു. ആൻസർ വരുന്നത് 1 സെന്റിമീറ്റർ 1/2 കിലോമീറ്ററിനെ കാണിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is not represented by black color in map? Not represented by black color in map. അപ്പൊ ചുവടെ നൽകിയിട്ടുള്ള സവിശേഷതകളിൽ ഏതാണ് കറുപ്പ് നിറത്തിലല്ലാതെ ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്? അപ്പോൾ കറുപ്പ് നിറത്തിലല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഭൂപടങ്ങളിൽ കറുപ്പ് നിറങ്ങളിൽ കാണിക്കാത്തത് ഒരു സാധനം ഇതിൽ തന്നിട്ടുണ്ട്, അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു റോഡുകൾ, റെയിൽപാതകൾ, ടെലിഫോൺ ലൈനുകൾ, അക്ഷാംശ രേഖാംശങ്ങൾ, ഇവയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. റോഡുകൾ ചുവപ്പ് കളറിലാണ് കാണിക്കാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറുപ്പ് നിറത്തിലല്ലാത്തത് ഓപ്ഷൻ എ ആയിട്ടുള്ള റോഡുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ റിസീവ്സ് മാക്സിമം റെയിൻഫാൾ ഡ്യൂരിങ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലത്താണെന്നാണ് ചോദിച്ചത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, നോർത്ത് ഈസ്റ്റ് മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം, വിന്റർ സീസൺ ശൈത്യകാലം, സമ്മർ സീസൺ ഉഷ്ണകാലം. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഈ ഒരു ഏരിയ ഇപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ആൻസർ വരുന്നത്. വാട്ട് ഈസ് ദ പ്രൊപ്പോർഷനേറ്റ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആനുപാതിക അളവെത്ര? ഇതും ഈ ഒരു ഏരിയയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓരോന്നിന്റെയും അളവ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആനുപാതിക അളവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 20.95, 0.93, 0.037, 0.01. ഇതിൽ ഏതാ ആൻസർ എന്നാ ചോദിച്ചിട്ടുള്ളത്? 0.037 ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ മേജർ ലാറ്റിറ്റ്യൂഡ്സ് വിച്ച് പാസസ് ത്രൂ ഇന്ത്യ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖകൾ തിരിച്ചറിയാനാണ്. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ഇക്വേറ്റർ ഓൺലി, ഭൂമധ്യരേഖ മാത്രമാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഉത്തരായന രേഖ മാത്രം, ട്രോപ്പിക് ഓഫ് ക്യാൻസർ മാത്രമാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പറയുന്നത് ഇക്വേറ്റർ ആൻഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഭൂമധ്യരേഖയും ഉത്തരായന രേഖയും ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ആർട്ടിക് സർക്കിൾ, ഉത്തരായന രേഖയും ആർട്ടിക് വൃത്തവും ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, ഇന്ത്യ എന്ന് പറയുന്നത് ഇതാ ഭൂമധ്യരേഖയുടെ തൊട്ട് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം ഭൂമധ്യരേഖ ഇന്ത്യയിലൂടെ അല്ല കടന്നു പോകുന്നത്. പിന്നെ ഇനി ഏത് രേഖയായിരിക്കും ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്? 23.5 ഡിഗ്രി ഉള്ള ഉത്തരായന രേഖ മാത്രമാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. വൃത്തം ഇതാ 66 ഡിഗ്രി കുറച്ച് മുകളിൽ, ഇന്ത്യയുടെ മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ഓപ്ഷൻ വരുന്നത് ഉത്തരായന രേഖ മാത്രമാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ എന്നാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ശൈത്യ മേഖല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഭൂമധ്യരേഖയ്ക്കും ഉത്തരായന രേഖയ്ക്കും ഇടയിൽ, ഭൂമധ്യരേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ, ഉത്തരായന രേഖയ്ക്കും ആർട്ടിക് വൃത്തത്തിനും ഇടയിൽ, ആർട്ടിക് അന്റാർട്ടിക് വൃത്തങ്ങൾക്കും ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾക്കും ഇടയിൽ. എവിടെയാണ് ശൈത്യമേഖല സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ ഗ്ലോബ് വെച്ച് കാണിച്ചതാണ്. ശൈത്യമേഖല സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് അന്റാർട്ടിക് വൃത്തങ്ങൾക്കും ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾക്കും ഇടയിലാണ്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ജോഗ്രഫിയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും എല്ലാവരും വീഡിയോ കാണാൻ, നന്നായി പഠിക്കുക, എക്സാം നല്ല മാർക്കോട് കൂടി പാസ്സാവാം.